UDF കൺവീനർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പോൾ തൃണമൂൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഈ ഇലക്ഷന് മുമ്പ് ഘടകകക്ഷികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വേറെ ഘടകകക്ഷികളൊക്കെ വരാൻ തയ്യാറാവണോ? അതിന് മുമ്പ് ഡിക്ലറേഷൻ ഉണ്ടാവും? അല്ല, ഞാൻ ഇപ്പോൾ ഘടകകക്ഷികൾ ആരൊക്കെ വരും, എന്തൊക്കെയാണ്, UDFിലേക്ക് പുതിയ പുതിയ ആളുകൾ എങ്ങനെയാണ് വരുന്നത്, അതേക്കുറിച്ചൊരു ഡിക്ലറേഷൻ നടത്താൻ വേണ്ടി അല്ല ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടായ ശ്രമവും കൂട്ടായ പ്രവർത്തനങ്ങളുമാണ് വിജയം കൈവരിക്കാനുള്ള അവസരം ഒരുക്കിയെടുത്തിട്ടുള്ളത്. തീർച്ചയായും അതിലേക്ക് ഞങ്ങൾ പോകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി വെച്ചു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ അൻവർ എഫക്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ കാരണം LDF വിട്ടുന്ന ഒരാൾ UDFുമായി സഹകരിക്കാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഫാക്ടർ ഇല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും ഞങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, അൻവർ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന ഒരു നിലപാടായിരിക്കും UDFിനുള്ളത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു UDFിന്റെ അടിത്തറ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, മിറക്കിൾസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം അൻവർ ഉൾപ്പെടെയുള്ള ഇപ്പോൾ തൃണമൂൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഈ ഇലക്ഷന് മുമ്പ് ഘടകകക്ഷികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വേറെ ഘടകകക്ഷികളൊക്കെ വരാൻ തയ്യാറാവണോ? അതിന് മുമ്പ് ഡിക്ലറേഷൻ ഉണ്ടാവും? അല്ല, ഞാൻ ഇപ്പോൾ ഘടകകക്ഷികൾ ആരൊക്കെ വരും, എന്തൊക്കെയാണ്, UDFിലേക്ക് പുതിയ പുതിയ ആളുകൾ എങ്ങനെയാണ് വരുന്നത്, അതേക്കുറിച്ചൊരു ഡിക്ലറേഷൻ നടത്താൻ വേണ്ടി അല്ല ഇവിടെ നിൽക്കുന്നത്. അത് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളും ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളും തുടർന്നുള്ള നാളുകളിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളെ ഇതിലേക്ക് യോജിപ്പിച്ചു കൊണ്ടുവരുവാനും UDFിന് അധികാരത്തിൽ വരാനുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോളൂ, UDF തന്നെ നിലമ്പൂരിൽ ജയിച്ചെത്തുമെന്നാണ് അടൂർ പ്രകാശ് രാജവിശ്വാസം. അടൂർ പ്രകാശ് മികച്ച സംഘാടകനാണ്. ഒരു ഇലക്ഷൻ എങ്ങനെ പണിയെടുക്കാം, എങ്ങനെ പണിയെടുപ്പിക്കാം എന്ന് അറിയാവുന്ന ഒരാൾ കൂടിയാണ്. പ്രതിപക്ഷ നേതാവും അങ്ങനെ തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉള്ള ഒരു സ്വാധീനം വ്യക്തമാക്കിയിട്ടുമുണ്ട് പോയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. അപ്പോൾ കോൺഗ്രസ് ഒരു വലിയ ഫൈറ്റ് എന്തായാലും നടത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പുറത്തെ എല്ലാ പോരാട്ടങ്ങൾക്കും സജ്ജമാണ്. വലിയ കുതിപ്പുണ്ടാകും എന്നുള്ളതാണ് CPM.